Good morning. So today we are going to check chapter 8, a case of suspicion. Case of suspicion means it's a story, it's a local story, I mean a country story. ഒരു നാട്ടിലും ഒരു സാധാരണ ആളുകൾക്കിടയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു നാട്ടിൻ പുറത്തെ കഥ. അപ്പൊ അതിനകത്ത് എന്തോ സസ്പിഷ്യൻ മീൻസ് ഡൗട്ട്ഫുൾ. ഓക്കെ, സംശയത്തിന്റെ എന്തോ ഒരു കേസാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. സോ എന്താന്ന് നോക്കാം. ജസ്റ്റ് ലൈക്ക് എ ഫിലിം സ്റ്റോറി, ഒരു കഥ, ഒരു സിനിമ കാണുന്നത് പോലെ നമുക്ക് ഇതിനകത്ത് ത്രില്ലിംഗ് ആയിട്ട് തോന്നാം. ചെക്ക് ചെയ്യാം. എ കൺട്രി ഡോക്ടർ sets out to help a patient in the middle of a windy night. ബിഗിനിങ്ങിൽ തന്നെ എ കൺട്രി ഡോക്ടർ എന്ന് പറയുന്നിടത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതൊരു നാട്ടിൻപുറത്തുള്ളതാണ്. അപ്പൊ കൺട്രി ഡോക്ടർ ഹൗ ഇസ് നാട്ടിൻപുറത്തൊക്കെ അല്ലെങ്കിൽ ലോക്കൽ ഏരിയകളിലൊക്കെ ആ നാട്ടിലെ ഒരു ഡോക്ടർ ഉണ്ടായിരിക്കും. നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ ഫിലിമുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇത്തരം ഡോക്ടേഴ്സിന്. അവരൊരു കയ്യിലൊരു സ്യൂട്ട് കേസുമായിട്ടായിരിക്കും വരാം. അവർക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും ആ നാട്ടിലുള്ള ആളുകൾക്ക്, അല്ലെ? നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സെറ്റ്സ് ഔട്ട് ടു ഹെൽപ്പ് എ പേഷ്യന്റ് ഇൻ ദ മിഡിൽ ഓഫ് എ വിൻഡി നൈറ്റ്. സെറ്റ്സ് ഔട്ട്, പുറത്തേക്ക് പോവാൻ ഒരുങ്ങുകയാണ്. ടു ഹെൽപ്പ് എ പേഷ്യന്റ്, ഒരു പേഷ്യന്റിനെ സഹായിക്കാൻ. വാട്ട് ടൈപ്പ് ഓഫ് പേഷ്യന്റ് നമുക്കറിയില്ല, നോക്കാം. എപ്പോഴാണ് പോകുന്നത്? ഇൻ ദ മിഡിൽ ഓഫ് എ വിൻഡി നൈറ്റ്. വിൻഡി നൈറ്റ്, നല്ല തണുത്ത ഒരു രാത്രിയില്, അതിന്റെ മധ്യത്തില്, രാത്രിയുടെ മധ്യത്തില് ആണ് പോകുന്നത്. whom does he meet on the way? പോകുന്ന വഴിയിൽ ആരെയാണ് നമ്മുടെ ഡോക്ടർ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക? what does he learn? നമ്മുടെ ഡോക്ടർ എന്താണ് പോകുന്ന വഴിയിൽ ആ യാത്രയിൽ പഠിച്ചിട്ടുള്ളത്? നോക്കാം അല്ലെ, എന്താണ് ഈ സ്റ്റോറിയിൽ ആ ഡോക്ടർക്ക്, ആ നൈറ്റില് ഡോക്ടർക്ക് എന്ത് സംഭവിച്ചു, ഡോക്ടർ ആരെ മീറ്റ് ചെയ്തു, ഡോക്ടർ എന്ത് ലെസൺ ആണ് ജീവിതത്തിൽ പഠിച്ചിട്ടുണ്ടാവുക? നോക്കാം. ഏത് പേഷ്യന്റിനെ കാണാനാണ് ഡോക്ടർ പോയിട്ടുള്ളത് ഒന്നും നമുക്കറിയില്ല. ലെറ്റ്സ് ചെക്ക് ദ ചാപ്റ്റർ. സെക്ഷൻ 1. He threw back the covers and sat up on his bed, his feet feeling along the cold floor for his house slippers, the telephone ringing insistently a little distance away. ഒരൊറ്റ സെന്റൻസ് ആണ് കേട്ടോ, അതും പലയിടത്തും കോമ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നോക്കാം. He threw back the covers means രാത്രിയാണ്, കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബ്ലാങ്കറ്റ് ത്രൂ ബാക്ക്, മാറ്റിയിട്ടും ഹിസ് ഫീറ്റ് ഫീലിംഗ് along the cold floor, നിലത്ത് കാല് കുത്തുമ്പോഴേ തണുപ്പ് കാരണം കാല് കുത്താൻ പറ്റുന്നില്ല. അപ്പൊ ആളും സെർച്ച് ചെയ്യുവാണ്. എന്തിന്? ഫോർ ഹിസ് ഹൗസ് സ്ലിപ്പേഴ്സ്, വീട്ടിനകത്തിടുന്ന ചെരുപ്പ് തപ്പുവാണ് ആൾക്ക് എണീക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണ് എണീക്കുന്നത്? ദ ടെലിഫോൺ റിംഗിങ് ഇൻസിസ്റ്റന്റ്ലി എ ലിറ്റിൽ ഡിസ്റ്റൻസ് അവേ, കുറച്ച് ദൂരത്ത് നിന്നും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടെലിഫോൺ എടുക്കണമെങ്കിൽ മൊബൈൽ അല്ല, നോർമൽ ടെലിഫോൺ ആണ്. അപ്പൊ നമ്മൾ അവിടെ പോയി എടുക്കുക തന്നെ വേണം. സോ ഫോൺ എടുക്കണമെങ്കിൽ ആൾക്ക് എണീറ്റ് നടന്നു പോണം. അപ്പൊ അതിന് ചെരുപ്പ് തിരയുവാണ്. He turned on the light and walked to the phone and took down the receiver. ലൈറ്റ് ഒക്കെ ഓൺ ചെയ്ത് പോയി ഫോൺ എടുത്തു. This is Dr. Benson, he said. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് നമുക്ക് മനസ്സിലായി, ഡോക്ടർ ബെൻസൺ. അദ്ദേഹം ഡോക്ടർ ബെൻസൺ ആണ്. ആള് ഫോൺ എടുത്തു. ഇനി സീസൺ എന്താണ്, ആ സീസണിന്റെ കണ്ടീഷൻ നോക്കാം. The November wind was bringing sounds of winter as it blew around the little white house. See, November wind, ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഭയങ്കര തണുപ്പാണ് പുറത്തു നിന്നാണ്. ആ വീടിനകത്തേക്ക് തണുത്ത് കാറ്റടിക്കുന്ന സൗണ്ട് കേൾക്കാം എന്നാണ്. ബ്ലൂ മീൻസ് കാറ്റടിക്കുന്നതിനാണ് പറയാ കേട്ടോ. The doctor got into his clothes. Okay, dress ഒക്കെ ഇട്ടു. He went to the table and stared a moment at his watch. ടേബിളിന്റെ അടുത്ത് പോയിട്ടേ വാച്ചിലേക്ക് ഒന്ന് നോക്കി. His spirit complaining at the job ahead of him. ആൾക്ക് ചെയ്യാനുള്ള ജോലിയെ പ്രാഗിക്കൊണ്ടിരുന്നു. His spirit, അദ്ദേഹത്തിന്റെ സോള്, മൈൻഡ്, ഇവിടെ ഉദ്ദേശിക്കുന്ന മൈൻഡ്.
അപ്പോ എന്തുകൊണ്ടാണ് പ്രാകുന്നത് അല്ലെങ്കിൽ കംപ്ലൈന്റ് പറയുന്നത്? സമയം രാത്രി മിഡ്നൈറ്റ്, ഐ മീൻ മിഡിൽ ഓഫ് ദ നൈറ്റ് എന്നാണ്. ഓൾമോസ്റ്റ് 2 o'clock. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് 2 മണിയാണ് സമയം. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിന് ജോലിക്ക് ഇറങ്ങേണ്ടതായിട്ട് വരികയാണ്. പിന്നെ മറ്റൊരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും തണുപ്പാണ് പുറത്ത്. ഓക്കെ. His mind also complained at the horrible hour, and he wondered why children had to be born at such improper times. ആളുടെ മൈൻഡ് ഇറിറ്റേറ്റഡ് ആവാനുള്ള ഒരു കാരണം ഈ സമയമാണ്, 2 മണിയാണ് നൈറ്റില്. പിന്നെ ഹി വണ്ടേർഡ്, ആൾ അത്ഭുതപ്പെടുകയാണ്, വൈ ചിൽഡ്രൻ ഹാഡ് ടു ബി ബോൺ, എന്തുകൊണ്ടാണ് കുട്ടികളൊക്കെ ഈ ഇംപ്രോപ്പർ ടൈമില് ബോൺ ചെയ്യുന്നത്, ജനിക്കുന്നത്. സോ അദ്ദേഹം ഏത് തരത്തിലുള്ള ഡോക്ടറാണ്? ഗൈനക്കോളജിസ്റ്റ്. അപ്പൊ ഏതോ ഒരു കോള് വന്നത് ഡെലിവറി ടൈം ആയി എന്ന് പറഞ്ഞിട്ടാണ്. സോ ഒബ്വിയസ്ലി ഡെലിവറി ടൈം നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമല്ല, അല്ലെ? He took up 2 small handbags, the short pill bag. ആൾ എന്തൊക്കെ എടുത്തു? 2 ചെറിയ ഹാൻഡ് ബാഗുകളും ഒരു ഷോർട്ട് പിൽ ബാഗ്. പിൽ മീൻസ് മെഡിസിൻ ട്ടോ, മരുന്നുകൾ വെച്ചിട്ടുള്ള ഒരു ചെറിയ ബാഗും. ആസ് ദ പീപ്പിൾ ഓഫ് ദ ടൗൺ ന്യൂ ഇറ്റ്, ആ ടൗണിലുള്ള എല്ലാവർക്കും ഇതറിയും, ആളുടെ കയ്യിൽ ഇങ്ങനെ ഒരു 3 ബാഗുകൾ ഉണ്ടായിരിക്കുമെന്ന്. ആൻഡ് ദ ലോങ് ഒബ്സ്റ്റട്രിക്കൽ കേസ്, ദ ബേബി ബാഗ് ദേ കോൾഡ് ഇറ്റ്. പിന്നെ ആളുടെ കയ്യിലുള്ളത് ഒരു ലോങ് ഒബ്സ്റ്റട്രിക്കൽ കേസ് ബാഗ് ആണ്, അതായത് ബേബി ബാഗ്. കുട്ടികളെ, അതായത് ഡെലിവറിക്ക് ആവശ്യമായ കുറെ ടൂൾസ് ഒക്കെ വെച്ചിട്ടുള്ള ബാഗിനെയാണ് ലോങ് ഒബ്സ്റ്റട്രിക്കൽ കേസ് എന്ന് പറയാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ക്യാരി ചെയ്തിട്ടാണ് ആള് പോവാൻ പുറപ്പെടുന്നത്. അപ്പൊ അതെല്ലാം റെഡിയാക്കി. ഡോക്ടർ ബെൻസൺ സ്റ്റോപ്ഡ് എ മൊമെന്റ് ടു ലൈറ്റ് ഓൺ ചെയ്തു. Then put the pack of cigarettes in his overcoat pocket. സിഗരറ്റിന്റെ ഒരു പാക്കറ്റ് ആളുടെ കോട്ടിന്റെ പോക്കറ്റിൽ വെച്ചു. The wind felt like a surgeon's knife at his face as he opened the door. വാതിൽ തുറന്ന സമയത്ത് and ran bending low around the driveway to the garage. ഒരു കാറ്റ് ആളുടെ മുഖത്തേക്ക് വന്ന് അടിക്കുവാണ്. മുഖത്തേക്ക് അടിച്ച സമയത്ത് ഒരു ഡോക്ടർ സർജന്റെ കത്തിയുടെ മൂർച്ഛം പോലെ ഇങ്ങനെ മുഖത്ത് തട്ടിയപ്പോഴേ ഒരു കത്തി തട്ടുന്ന പോലെ പെയിൻഫുൾ ആയി. എന്നിട്ട് ആ കാറ്റ് അങ്ങനെ ഒഴുകി 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 അങ്ങനെ പുറത്തേക്ക് പോയി, ഗാരേജിലേക്ക് പോയി എന്നാ പറയുന്നത്. ജസ്റ്റ് ലൈക്ക് എ പോയറ്റിക് കേട്ടോ. അവര് ആ ഒരു അപ്പത്തെ സീസൺ എന്താന്നുള്ളത് ആ കാലാവസ്ഥയുടെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം എക്സ്പ്ലനേഷൻസ്. His car started with difficulty, cuffed half a dozen times as he drove down the driveway, but then began to run more smoothly as he turned down Grass Street and onto the deserted highway. അതായത് മോർണിംഗ് ആയതുകൊണ്ട്, ഐ മീൻ നൈറ്റ് ആയതുകൊണ്ട് തന്നെ, തണുപ്പായതുകൊണ്ട് തന്നെ കാർ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു എന്നാ പറയുന്നത്. നമ്മൾ ഒരു എൻജിന്റെ ഒരു സൗണ്ട് കേൾക്കില്ലേ കുറെ പ്രാവശ്യം? ചിലപ്പം ബാറ്ററി ഒക്കെ വീക്ക് ആണെങ്കിൽ കുറെ സമയം ഇങ്ങനെ നമ്മൾ ഓൺ ചെയ്യാൻ ട്രൈ ചെയ്താലേ ചിലപ്പോൾ ഓൺ ആവുകയുള്ളൂ. അപ്പൊ അങ്ങനെ കാർ ഒന്ന് ഡിഫിക്കൽട്ടി ആയി, പക്ഷെ പിന്നീട് അതങ്ങ് സ്മൂത്ത് ആയിട്ട് പോയി. അങ്ങനെ കാറും ഓൺ ആയി. ഇനി എങ്ങോട്ടാണ് പോകുന്നത്? മിസ്സിസ് ഓട്സുർലി, who Dr. Benson was on his way to visit. ഓക്കെ, അപ്പൊ ആരെ കാണാനാണ് ഡോക്ടർ ബെൻസൺ പോകുന്നത്? മിസ്സിസ് ഓട്സുർലി. ഓൾറെഡി ഹാഡ് ഓൾമോസ്റ്റ് എ ഡസൻ ചിൽഡ്രൻ. അവർക്ക് ഓൾറെഡി ഒരു ഡസൻ കുട്ടികളുണ്ട്, 5-6 കുട്ടികൾ ഓൾറെഡി അവർക്കുണ്ട്. ഒരു ഡസൻ ഇൻ ദ സെൻസ് അത് ആ ഒരു പ്രാസം ഒപ്പിച്ച് പറയുന്നതാണ്. കുറെ അധികം മക്കള് ഓൾറെഡി ഈ മിസ്സിസ് ഓട്സുർലേക്ക് ഉണ്ട്. ബട്ട് ഇറ്റ് സീംഡ് ടു ദ ഡോക്ടർ ദാറ്റ് നെവർ വൺസ് ഹാഡ് ഷീ ഹാഡ് എ ബേബി ഇൻ ഗുഡ് വെതർ നോർ ഇൻ ഡേ ലൈറ്റ്. ഡോക്ടർ പറയുകയാണ്, ഇന്നേ വരെ അവർക്ക് നോർമൽ ഡേ ടൈമിലോ അല്ലെങ്കിൽ ഒരു നല്ല കാലാവസ്ഥയിലോ ഒരു കുട്ടിയും ജനിച്ചിട്ടില്ല. അവർക്ക് ജനിച്ച കുട്ടികളൊക്കെ ഇതുപോലെ നൈറ്റിലോ അല്ലെങ്കിൽ ബാഡ് വെതറിലൊക്കെ ആയിരിക്കും. And while Dr. Benson was a country doctor, ഡോക്ടർ ബെൻസൺ ഇത് ഒരു കൺട്രി ഡോക്ടർ ആയിരിക്കെ തന്നെ, അതായത് ഈ നാട്ടിലെ ഡോക്ടർ ആയ അന്ന് മുതൽ തന്നെ ആയിരിക്കുമ്പോൾ he was still a young man. ആൾ ഇപ്പോഴും ഒരു യങ് മാൻ ആയിരുന്നു. couldn't find the pleasure. ആൾക്ക് ഈ ജോലിയിൽ ഒരു സന്തോഷമൊന്നും അല്ലെങ്കിൽ ആത്മാർത്ഥമായി
ഹാപ്പി ആയിട്ടൊന്നും ആയിരുന്നില്ല ഈ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. That his father, the old Dr. Benson, had found in seeing odd. ഇതേസമയം ഇദ്ദേഹത്തിന്റെ ഫാദർ, ഡോക്ടർ ബെൻസന്റെ ഫാദർ, ഡോക് ബെൻസൺ, ഇദ്ദേഹത്തിന് നമ്മുടെ മിസസ് ഓട്സുർലയുടെ ഫാദർ ഓട്ടുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഡെലിവറി പേയ്മെന്റ് ചെയ്യാൻ വരുമ്പോഴൊക്കെ ഇദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും 2 or 3 ബേബീസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഓക്കെ, മീൻസ് ഇവരുടെ ഫാമിലിക്കകത്ത് ഒരുപാട് മക്കൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ഡോക്ടർക്ക് ഈ ചെയ്യുന്ന ജോലിയിൽ കുഡിന്റ് ഫൈൻഡ് പ്ലഷർ, ഇതിലൊരു ഹാപ്പിനെസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല എന്നും കൂടെ അർത്ഥമാക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഡോക്ടർ ബെൻസൺ പുറത്തേക്ക് പോവാൻ ഒരുങ്ങുന്നേ ഉള്ളൂ. സെക്ഷൻ 2. ഹൗ ഡു യു തിങ്ക് ദ സ്റ്റോറി പ്രൊസീഡ്? ഈ കഥ ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? Will it be about Mrs. Ott or Mr. Sure? ഈ കഥ മിസ്റ്റർ സുരയുടെയോ അല്ലെങ്കിൽ മിസ്സസ് സുരയുടെയോ കഥയാണോ? Or will there be a chance meeting with someone else? വേറെ ആരെയെങ്കിലും ആ ട്രാവലിംഗിന്റെ ഇടയിൽ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ടോ? നോക്കാം. It was a long ride to the Surley farm and the sight of a man walking along the country road. അപ്പോ നമ്മുടെ സുർലയുടെ വീട്ടിലേക്ക് പോവാൻ, സുർലെ ഫാമിലേക്ക് പോവാൻ ഒരുപാട് ദൂരമുണ്ട്. അപ്പൊ ഈ പോകുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർ ഒരാളെ കണ്ടു. സൈറ്റ് ഓഫ് എ മാൻ വാക്കിംഗ് എലോൺ, ഒറ്റയ്ക്ക് ആ ഫുട്പാത്തിലൂടെ നടന്നു പോകുന്നതായിട്ട് കണ്ടു. As seen just ahead by the lights of the car. കാറിന്റെ വെളിച്ചത്തിലാണ് മുമ്പിലൂടെ ഒരാൾ നടന്നു പോകുന്നത് കണ്ട്. So, doctor was he was a welcome relief to the doctor. കണ്ടപ്പോ ഒരു സമാധാനം തോന്നി നമ്മുടെ ഡോക്ടറിന്. രാത്രിയല്ലേ, ഒറ്റയ്ക്കല്ലേ, ഒരാളെയും കൂടെ കൂട്ടിന് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും ഡോക്ടർക്ക് തോന്നി. He slowed down, കാറ് ഒന്ന് സ്പീഡ് കുറച്ചു. Looked at the man walking alone with difficulty against the wind. ആ തണുപ്പിനെതിരെ നടക്കാൻ ബുദ്ധിമുട്ടി നടക്കുന്നതായിട്ട് ഇദ്ദേഹത്തിന് ഫീൽ ചെയ്തു. A little package under his arm. ആളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ചെറിയ പാക്കേജ് കൂടിയുണ്ട്, കയ്യിൽ ചെറിയൊരു കവർ കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ഡോക്ടർ വണ്ടി നിർത്തിയിട്ട് കമ്മിങ് അലോങ് സൈഡ്, കയറൂ, വണ്ടിയിലേക്ക് കയറിക്കോളൂ. ഡോക്ടർ ബെൻസൺ സ്റ്റോപ്ഡ് ആൻഡ് ഇൻവൈറ്റഡ് ദ മാൻ ടു റൈഡ്. അങ്ങനെ ഡോക്ടർ ബെൻസൺ എന്ത് ചെയ്തു? വണ്ടി നിർത്തിയിട്ട് വണ്ടിയിലേക്ക് കയറിക്കോളൂ, നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞു. ഓക്കെ, ദ മാൻ ഗോട്ട് ഇൻ. തീർച്ചയായിട്ടും കയറൂല്ലേ, കാരണം സമയം അതാണ്, നല്ല തണുപ്പാണ്. ആളുള്ളിലേക്ക് കയറി. Are you going far? asked the doctor. ഡോക്ടർ ചോദിക്കുക, നിങ്ങൾ ഒരുപാട് ദൂരേക്കാണോ പോകുന്നത്? I'm going all the way to Detroit, said the man. Man എന്താ പറയുക? ഞാൻ പോകുന്നത് എങ്ങോട്ടാ? ഡിട്രോയിറ്റിലേക്കാണ് പോകുന്നത്. അതൊരു പ്ലേസ് നെയിം ആണ് കേട്ടോ, അതുകൊണ്ടാണ് ആ ഡി ക്യാപിറ്റൽ ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മളും ഇടയ്ക്ക് എപ്പോഴാണെങ്കിലും ഒരു പ്ലേസ് നെയിം എഴുതുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ. ഓക്കെ, I'm going all the way to Detroit. ഡിട്രോയിറ്റിലേക്ക് പോവാണ്. ഇനി അയാളെ കുറിച്ചുള്ള അയാളുടെ ഒരു അപ്പിയറൻസ് പറയാണ്. A rather thin man, മെലിഞ്ഞിട്ടുള്ള ഒരാൾ കേട്ടോ, വിത്ത് സ്മോൾ ബ്ലാക്ക് ഐസ്, ഒരു ചെറിയ കറുത്ത കണ്ണുകളൊക്കെയുള്ള, ഫിൽഡ് വിത്ത് ടിയേഴ്സ് ഫ്രം ദ വിൻഡ്, കാറ്റടിച്ചിട്ട് ഈ കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട് എന്നാ പറയുന്നത്. അങ്ങനെയുള്ള ഒരു മെലിഞ്ഞൊരാൾ കേട്ടോ. Could you give me a cigarette? ആള് ചോദിക്കാണ്, എനിക്കൊരു സിഗരറ്റ് തരാം. ഡോക്ടർ ബെൻസൺ അൺബട്ടൺഡ് ഹിസ് കോട്ടിന്റെ അങ്ങനെ ബട്ടൺസ് അഴിച്ചു. Then remembered the cigarettes in the outer pockets of the overcoat. അപ്പൊ ആൾ ഓർത്തു, കോട്ടിന്റെ പുറത്ത് തന്നെ സിഗരറ്റ് വെച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർത്തു. He took out the packet and gave it to the rider. ആളത് പുറത്തെടുത്തിട്ട് റൈഡറിന് കൊടുത്തു. Who then looked in his own pockets for a match. അങ്ങനെ സിഗരറ്റ് എടുത്ത് കൊടുത്തു. അപ്പൊ അയാളുടെ പോക്കറ്റില് തീപ്പെട്ടിക്ക് തപ്പുമായിരുന്നു. അങ്ങനെ തീപ്പെട്ടി അയാളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു. സിഗരറ്റ് നമ്മള് ഡോക്ടർ കൊടുക്കുകയും ചെയ്തു. When the cigarette was lighted, സിഗരറ്റ് കത്തിച്ചു, lighted. The man held the packet a moment. അയാള് ആ പാക്കറ്റ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് then asked,
Do you mind, Mr. if I take another cigarette for later? കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഒരു സിഗരറ്റും കൂടി എടുത്തോട്ടെ. The rider shook the packet to remove another cigarette without waiting for the doctor to answer. ഡോക്ടർ മറുപടി പറയാതെ തന്നെ ആൾ എന്ത് ചെയ്തു? പാക്കറ്റ് തുറന്ന് ഒരു സിഗരറ്റ് കൂടെ എടുത്തു വെച്ചു. Dr. Benson felt a hand touch his pocket. അപ്പോ ഡോക്ടർ ബെൻസന്റെ പോക്കറ്റിൽ നിന്നാണ് ഇദ്ദേഹം ഈ സിഗരറ്റ് എടുത്തത്. രണ്ടാമത്തെ സിഗരറ്റ് എടുക്കാൻ വേണ്ടി നമ്മുടെ ഡോക്ടർ ബെൻസന്റെ പോക്കറ്റിൽ നിന്നാണ് ഈ സിഗരറ്റ് പാക്കറ്റ് എടുത്തത്. അപ്പൊ ആൾക്കത് അത്ര അങ്ങോട്ട്, ഡോക്ടർ ബെൻസൺ ഫെൽറ്റ് ഹാൻഡ് ടച്ച് ഹിസ് പോക്കറ്റ്, ആളുടെ പോക്കറ്റിൽ തൊട്ടതുപോലെ തോന്നുമല്ലോ. ഓഫ് കോഴ്സ്. ഐ വിൽ പുട്ട് ദം ബാക്ക് ഇൻ യുവർ പോക്കറ്റ്. നിന്റെ പോക്കറ്റിൽ ഞാൻ തന്നെ തിരിച്ചു വെച്ചോളാം എന്ന് പറഞ്ഞു. A little fellow said. The little fellow, ആള് പറഞ്ഞു, ആ മെലിഞ്ഞിട്ടുള്ള ആള് പറഞ്ഞു. Dr. Benson put his hand down quickly to receive the cigarette and was a little irritated to find them already in his pocket. ഓക്കെ, അപ്പൊ ഡോക്ടർ ബെൻസന്റെ പോക്കറ്റിൽ മറ്റേ ആള് കൈയിട്ടപ്പോൾ ഡോക്ടർ ബെൻസൺ അത് ഇറിറ്റേറ്റഡ് ആയി. ആളപ്പൊ തന്നെ ഡോക്ടർ ബെൻസനും പോക്കറ്റിലേക്ക് കൈയിട്ടിട്ട് ആ സിഗരറ്റ് പാക്കറ്റ് ഉള്ളിലേക്ക് തള്ളി വെച്ചു. A few minutes later, Dr. Benson said, "Are you going to Detroit?" കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ അല്ല, so you are going to Detroit. Okay, അപ്പൊ നിങ്ങൾ ഡിട്രോയിറ്റിലേക്ക് പോവാണല്ലേ? I'm going out to look for work in one of the automobile plants. ഞാൻ പോകുന്നത് look for work, ജോലി അന്വേഷിച്ചിട്ടാണ്. in one of the automobile plants, ഏതെങ്കിലും ഒരു ഓട്ടോമൊബൈൽ പ്ലാന്റ്സിൽ ജോലി നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. Are you a mechanic? ആൾ ചോദിക്കണത്. അപ്പൊ ഓട്ടോമൊബൈൽ പ്ലാന്റ്സിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു മെക്കാനിക് ആണോ? മോർ ഓർ ലെസ് മീൻസ് ആണെന്നും പറയാം, അല്ലെന്നും പറയാം. ഐ ഹാവ് ബീൻ ഡ്രൈവിംഗ് എ ട്രക്ക്. ഞാനൊരു ട്രക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സിൻസ് ദ വാർ എൻഡഡ്, യുദ്ധം അവസാനിച്ചത് മുതൽ ഞാൻ ഒരു ട്രക്ക് ഡ്രൈവർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ബട്ട് ഐ ലോസ് മൈ ജോബ് അബൌട്ട് എ മന്ത് അഗോ. പക്ഷെ ഒരു മാസം മുമ്പ് എനിക്ക് ആ ജോലി നഷ്ടപ്പെട്ടു. So were you in the army during the war? അപ്പൊ നിങ്ങള് വാർ സമയത്ത് ആർമിയിലായിരുന്നു? Yeah, I was in the ambulance section. ഞാൻ ആംബുലൻസ് സെക്ഷനിലായിരുന്നു. റൈറ്റ് അപ്പ് അറ്റ് ദ ഫ്രണ്ട്, ആംബുലൻസിന്റെ ഫ്രണ്ടില്. ഇൻ ദ സെൻസ് ഡ്രൈവർ കേട്ടോ. Drove an ambulance for 4 years. 4 വർഷമായിട്ട് ഞാൻ ആംബുലൻസ് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു, ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. Is that so? I'm a doctor myself. Dr. Benson is my name. Okay, അപ്പൊ ഡോക്ടർ ബെൻസൺ ആളെ ഒന്ന് പരിചയപ്പെടുത്തി. ശരി, നിങ്ങൾ ആംബുലൻസ് ഡ്രൈവർ ഒക്കെ ആയിരുന്നു അല്ലേ? വെരി ഗുഡ്. ഞാനൊരു ഡോക്ടറാണ്. മൈ നെയിം ഈസ് ഡോക്ടർ ബെൻസൺ. I thought this car smelled like pills. The man laughed. ഡോക്ടർ എന്ന് പറഞ്ഞപ്പോഴേ ഈ കാറിനകത്ത് മരുന്നിന്റെ സ്മെല്ലുണ്ട്. അപ്പൊ തന്നെ എനിക്കത് തോന്നി. Then he added more seriously, my name is Evans. എന്റെ പേര് എന്താണ്? ഇവാൻസ് എന്നാണ് എന്റെ പേര്. They rode along silently for a few minutes and the rider moved himself in his seat and placed his package on the floor. താഴെ ആളുടെ കയ്യിലുണ്ടായിരുന്ന പാക്കേജ് താഴെ വെച്ചിട്ട് സീറ്റിലേക്ക് ഒന്ന് പ്രോപ്പർ ആയിട്ടിരുന്നു. കുറച്ചു സമയം അവരൊന്നും സംസാരിക്കാതിരുന്നു. As the man leaned over, Dr. Benson caught his first good look at the small cat-like face. ഇയാൾ ഒന്നിങ്ങനെ നിവർന്നിരുന്നപ്പോ ഡോക്ടർ ബെൻസൺ ഇദ്ദേഹത്തിന്റെ മുഖം ഒന്ന് കണ്ടു. ഒരു കാറ്റ് ലൈക്ക് ഫേസ് ആണ്. അതേ വളരെ ചെറിയ വട്ട മുഖമായിരുന്നു ഇദ്ദേഹത്തിന്. കാറ്റിന്റെ, പൂച്ചയുടെ കണക്കുള്ള മുഖമായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. The doctor also noticed the long, deep scar on the man's cheek, bright and red looking as though it were of recent origin. വളരെ റീസെന്റ് ആയിട്ട് ഉണ്ടായ ഒരു മുറിപ്പാട് അദ്ദേഹത്തിന്റെ ചീക്കില്, കവിളില് ഡോക്ടർ ശ്രദ്ധിച്ചു. പെട്ടെന്ന് തന്നെ he thought of Mrs. Otsurley and reached for his watch. പെട്ടെന്ന് തന്നെ ഓട്സുർലയുടെ കണ്ടീഷൻ ഇപ്പൊ എന്തായിരിക്കും? ഓട്സുർലേനെ കാണാനാണല്ലോ പോകുന്നത്, മീൻസ് പ്രഗ്നൻസിക്കാണല്ലോ പോകുന്നത്. അപ്പൊ അദ്ദേഹം സമയം എത്രയായി എന്നറിയാൻ വേണ്ടിയിട്ട് വാച്ച് സെർച്ച് ചെയ്തു. His fingers went deep into his pocket.
വാച്ച് എടുക്കാൻ വേണ്ടി പോക്കറ്റിലേക്ക് കൈയിട്ടു. ബിഫോർ ഹി റിയലൈസ്ഡ് ദാറ്റ് ഹിസ് വാച്ച് വാസ് നോട്ട് ദർ. അപ്പൊ ആൾക്ക് എന്ത് മനസ്സിലായി? ആളുടെ വാച്ച് അവിടെ ആളുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യം ആള് മനസ്സിലാക്കി. എന്ത് പറ്റി വാച്ചിന്? പോക്കറ്റില് എന്ത് പറ്റി? ഒന്നും അറിയില്ല. ലെറ്റ്സ് ചെക്ക് സെക്ഷൻ 3. Did the doctor like Ivan's small cat-like face and bright, fresh scar? ഇവാന്റെ മുഖത്തുള്ള ഈ പൂച്ചയുടെ പോലെയുള്ള മുഖവും ഈ മുഖത്തുള്ള സ്കാർ, മറുകും, ഇതൊക്കെ ഡോക്ടറിന് അത് കണ്ടപ്പോ ഡോക്ടറിന് എന്ത് തോന്നിക്കാണും? Would you have thought well of Evans? നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ about Evans? What do you think will happen? എന്ത് സംഭവിക്കും അടുത്തതായിട്ട്? സെക്ഷൻ 3 നമുക്ക് നോക്കാം. Dr. Benson moved his hand very slowly and very carefully below the seat until he felt the leather holster in which he always carried with him his automatic pistol. ആളുടെ വാച്ച് അവിടെ കാണാതായപ്പോ തന്നെ ഡോക്ടർ ബെൻസന് വല്ലാത്തൊരു കണ്ടീഷൻ തോന്നി. അപ്പൊ ഡോക്ടർ ബെൻസൺ മൂവ്ഡ് ഹിസ് ഹാൻഡ് വെരി സ്ലോലി, വളരെ പതുക്കെ കൈ ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ടിട്ട് സീറ്റിന്റെ താഴെ ലെതർ ഹോസ്റ്ററിന്റെ അവിടെ എത്തി ആളുടെ ഒരു ഓട്ടോമാറ്റിക് പിസ്റ്റൽ, ഒരു തോക്കുണ്ട് അവിടെ, അതിലേക്ക് ആള് കൈ എത്തിച്ചു. ഹി ഡ്രൂ ഔട്ട് ദ പിസ്റ്റൽ സ്ലോലി, പതുക്കെ ആ പിസ്റ്റൽ അങ്ങ് പുറത്തെടുത്തു. ഹെൽഡ് ഇറ്റ് ഇൻ ദ ഡാർക്ക്നെസ് അറ്റ് ഹിസ് സൈഡ്, ആ ഇരുട്ടത്ത് അത് പുറത്തെടുത്തു. ഡോക്ടർ ബെൻസൺ സ്റ്റോപ്ഡ് ദ കാർ ക്വിക്കലി, പെട്ടെന്ന് തന്നെ കാർ നിർത്തിയിട്ട് പുഷ്ഡ് ദ നോസ് ഓഫ് ഹിസ് ഗൺ ഇൻ ടു ഇവാൻ സൈഡ്, ഇവാന്റെ നേരേക്ക് തോക്ക് ചൂണ്ടി. റൈഡർ ജംപ്ഡ് വിത്ത് ഫിയർ, ആള് ഇവാൻ പേടിച്ചു പോയി. പുട്ട് അപ്പ് ഹിസ് ഹാൻഡ്സ് ക്വിക്കലി, കൈയൊക്കെ ഉയർത്തി പിടിച്ചു. മൈ ഗോഡ് മിസ്റ്റർ, ഹി വിസ്പേർഡ്, ഐ തോട്ട് യു, ഭഗവാനെ, അയ്യോ ദൈവമേ എന്നൊക്കെ വിളിച്ചിട്ട്, ഐ തോട്ട് യു, ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആള് പേടിച്ചു പോയി. ഡോക്ടർ ബെൻസൺ പുഷ്ഡ് ദ പിസ്റ്റൽ സ്റ്റിൽ ഡീപ്പർ ഇൻ ടു ദ മാൻസ് സൈഡ് ആൻഡ് റിപ്പീറ്റഡ് കോൾഡ്ലി, put that watch in my pocket before I let this gun go off. ഞാൻ വെടിവെക്കുന്നതിന് മുമ്പ് ആ വാച്ച് എന്റെ പോക്കറ്റിലേക്ക് ഇടൂ എന്ന് പറഞ്ഞു. Evans put his hand in his own vest pocket and later, with trembling hands, tried to put the watch into the doctor's pocket. Okay, ഇവാൻ എന്ത് ചെയ്തു? ആളുടെ വെസ്റ്റ് പോക്കറ്റിൽ നിന്നും എടുത്ത് ഈ വാച്ച് എടുത്തിട്ട് ഡോക്ടറുടെ പോക്കറ്റിലേക്ക് വെച്ചു. With his free hand, Dr. Benson pushed the watch down into his pocket. ആളത് ആളുടെ പോക്കറ്റിലേക്ക് പ്രോപ്പർ ആക്കി വെച്ചു. He opened the door and forced the man out of the car. എന്നിട്ട് വാതിൽ തുറന്നിട്ട് ഇയാളെ പുറത്തേക്ക് തട്ടി. I am out here tonight, probably to save a woman's life, but I took time out to try to help you, he said to the man angrily. ദേഷ്യത്തോടു കൂടി ആളെ പറയാണ്, ഞാൻ ഈ രാത്രി ഒറ്റയ്ക്ക് ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ പോവാണ്. ഓക്കെ, അതിന്റെ ഇടയിൽ നിങ്ങളെ ഒന്ന് സഹായിക്കാന്ന് വിചാരിച്ചാണ്, പക്ഷെ നിങ്ങൾ എന്നോട് മോശമായിട്ടാണ് പെരുമാറിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ പുറത്തേക്ക് ഇട്ടു. ഡോക്ടർ ബെൻസൺ സ്റ്റാർട്ടഡ് ദ കാർ ക്വിക്കലി ആൻഡ് ദ വിൻഡ് ക്ലോസ്ഡ് ദ ഡോർ വിത്ത് എ ലൗഡ് നോയ്സ്. ഡോക്ടർ ബെൻസൺ എന്ത് ചെയ്തു? സ്പീഡിൽ വണ്ടി ഓടിച്ചു. കാറ്റിന്റെ ശക്തി കൊണ്ട് ഡോറൊക്കെ അടഞ്ഞു. He put the pistol back into the leather holster under the seat and hurried on. Okay, പിന്നെ തോക്ക് താഴെ തന്നെ വെച്ചിട്ട് ആള് സ്പീഡിൽ വണ്ടി ഓടിച്ചു പോയി. The drive up the mountain to the Sorley farm was less difficult than he had feared. And Aunt Sorley had set one of his older boys down the road with a lantern to help him across the old wooden bridge that led up to the little farmhouse. അങ്ങനെ നമ്മുടെ ഓട്സുർലയുടെ വീട്ടിലെത്താനായി അവിടെ ഒരു കുട്ടീനെ ടോർച്ചും പിടിച്ച് ലൈറ്റും പിടിച്ച് റോഡ് സൈഡിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. Mrs. Sorley's many previous experiences with bringing children into the world apparently helped her greatly. Okay, കാരണം ആൾക്ക് ഒരുപാട് കുട്ടികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ ഈ ദിവസം തരണം ചെയ്യാൻ മിസ്സസ് സുർലെ വളരെ ഈസി ആയിരുന്നു. ബിക്കോസ് ഷീ ഡെലിവേർഡ് ദിസ് ചൈൽഡ് വിത്ത് ലിറ്റിൽ ഡിഫിക്കൽറ്റി. അതുകൊണ്ട് തന്നെ ഈ കുട്ടീനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ മിസ്സസ് സുർലെ ഓൾറെഡി പ്രസവിച്ചിരുന്നു.
There was no need on Dr. Benson's part for the instruments in the long bag. ആളുടെ ബാഗിലുള്ള ഇൻസ്ട്രുമെന്റിന്റെയോ ഡോക്ടറുടെയോ സഹായമില്ലാതെ തന്നെ ഡോക്ടർ വന്നപ്പോഴത്തേക്കും മിസ്സിസ് സുർലെ എന്തായിരുന്നു? പ്രസവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. After it was all over, however, Dr. Benson took a cigarette and sat down to smoke. ഓക്കെ, എന്തെങ്കിലും സുർലയുടെ വീട്ടിലെത്തിയല്ലോ. ആളവിടെ എത്തി, വണ്ടിയൊക്കെ നിർത്തി, ഒരു സിഗരറ്റ് എടുത്ത് വീണ്ടും കത്തിച്ചു. ഓക്കെ, so we have one more small session. Let's check that one also. Was the doctor right in turning Evans out in the cold? Doctor ചെയ്തത് ശരിയാണോ? ഇവാന് ആ തണുപ്പത്ത് പുറത്തേക്ക് ഇട്ടത് ശരിയാണോ? Do you think he will ever know whether he was right or wrong? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇദ്ദേഹം ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് അദ്ദേഹം അറിയും എന്നുള്ളത്? Was the case of suspicion justified? ആൾ ചെയ്തത് നീതിപരമായിരുന്നു. നോക്കാം ആക്ച്വലി എന്ത് പറ്റി, ഇവാൻ എന്ത് പറ്റി, എന്താണ് റിയൽ ആയിട്ട് സംഭവിച്ചത് നമുക്ക് നോക്കാം. A fellow I picked up in my car on my way up here tonight tried to rob me. He said to Odd, feeling a little proud. Okay, പിന്നെ പ്രസവമൊക്കെ എന്തായാലും കഴിഞ്ഞല്ലോ. അപ്പൊ അവര് കഥ പറയാണ്. അപ്പോ ഡോക്ടർ പറയാണ്, ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരാളെ കാറിൽ പിക്ക് ചെയ്തിരുന്നു, പക്ഷെ അയാൾ എന്നെ കൊള്ളയടിക്കാൻ ശ്രമിച്ചു. ഓക്കെ, അപ്പൊ ഓട്ടനോട് ഇങ്ങനെ പറയാണ്, he took my watch. ആൾ എന്റെ വാച്ച് എടുത്തു. But when I pushed my 0.45 pistol into his side, he decided to give it to me back. അപ്പൊ ഞാൻ എന്റെ പിസ്റ്റൽ എടുത്ത് ചൂണ്ടിയപ്പോ ആൾ അത് എനിക്ക് തിരിച്ചു തന്നു. Odd smiled wide at such an exciting story coming from young Dr. Benson. Okay, കഥ കേട്ടിട്ടും നമ്മുടെ ഓട്ട് ചിരിച്ചു. സ്വാഭാവികമായിട്ട് ഒരു ധീര കഥയല്ലേ പറയുന്നത്, ചിരിക്കും. Well, I am glad to give it back to you, Odd said. Okay, ഞാൻ നിങ്ങൾക്ക് ഇത് തരാൻ ആഗ്രഹിക്കുന്നു. Because if he hadn't, we wouldn't have any idea what time the child was born. അതുകൊണ്ട് തന്നെ ഇതില്ലായിരുന്നെങ്കിൽ നമുക്കറിയില്ലായിരുന്നു. അതായത് വാച്ച്. What time would you say it happened, doctor? ഡോക്ടർ, നിങ്ങൾക്ക് അറിയുമോ ഇത് ഏത് സമയത്താണ് സംഭവിച്ചത്, പ്രസവം നടന്നത്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ്? പ്രസവം നടന്നതാണോ അല്ലെങ്കിൽ ഈ ഇൻസിഡന്റ് നടന്നതാണോ, എന്തിനെ കുറിച്ചാണ്? അറിയില്ല, നമുക്ക് ചോദിക്കുന്ന അറിയില്ല. I am glad he gave it back to you. Okay, okay. ഇങ്ങനെയാണ്. Well, okay. I am glad, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. He gave it back to you. ആ വാച്ച് നിങ്ങളിലേക്ക് ആള് തിരിച്ചു തന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. Because if he hadn't, ആളത് തിരിച്ചു തന്നില്ലായിരുന്നുവെങ്കിൽ, we wouldn't have any idea what time the child was born. ഓക്കെ, ആ വാച്ച് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു എപ്പോഴാണ് പ്രസവം നടന്നതെന്നൊന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ലല്ലോ. സോ വാട്ട് ടൈം വുഡ് യു സേ ഇറ്റ് ഹാപ്പൻഡ്? ഓക്കെ, എപ്പോഴായിരിക്കും പ്രസവം നടന്നിട്ടുണ്ടാവുക ഡോക്ടർ? വാച്ച് എടുത്തിട്ടൊന്ന് സമയം നോക്കാവോ? ഡോക്ടർ ബെൻസൺ ടുക്ക് ദ വാച്ച് ഫ്രം ഹിസ് പോക്കറ്റ്. അപ്പൊ ഈ വാച്ചിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടാവാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കൺട്രി ഏരിയ ആണ്. എല്ലാ വീട്ടിലൊന്നും ചിലപ്പോൾ വാച്ച് ഉണ്ടാവണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഓട്ട് ഇദ്ദേഹത്തിനോട് സമയം എത്രയായി എന്ന് ചോദിക്കുന്ന പോലെയാണ് ചോദിച്ചത്. അപ്പൊ ഡോക്ടർ ബെൻസൺ പോക്കറ്റിൽ നിന്നും വാച്ച് എടുത്തിട്ടു, വാച്ച് പുറത്തേക്ക് ഇട്ടു. ദ ബേബി വാസ് ഡെലിവേർഡ് അബൌട്ട് 30 minutes ago. അപ്പൊ ഇയാൾ പറയാണ്, ഏകദേശം ഒരു 30 മിനിറ്റ് മുമ്പാണ് കുട്ടി പ്രസവിച്ചിട്ടുള്ളത്. ആൻഡ് റൈറ്റ് നൗ ഇറ്റ് ഈസ്. അപ്പൊ ഇപ്പൊ സമയം എത്രയായി എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പൊ കറക്റ്റ് അറിയാൻ പറ്റുമല്ലോ കുട്ടി പ്രസവിച്ച സമയം. He walked over to the lamp on the table. ഓക്കെ, ടേബിളിലുള്ള വെളിച്ചത്തിലേക്ക് സമയം നോക്കാൻ വേണ്ടി പോക്കറ്റിൽ നിന്ന് വാച്ച് എടുത്തിട്ട് വെളിച്ചത്തിലേക്ക് നടന്നു. He stared strangely at the watch in his hand. കയ്യിലുള്ള വാച്ചിലേക്ക് നോക്കി ആൾ സ്ട്രേഞ്ച് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നു. The crystal was cracked. ആ വാച്ചുമേലുള്ള ക്രിസ്റ്റൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. The top was broken. Cracked മീൻസ് ചെറിയൊരു വിള്ളൽ വീണിട്ടുണ്ടായിരുന്നു. ടോപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. He turned the watch over and held it closer to the lamp. കയ്യിലെടുത്തിട്ട് വെളിച്ചത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് നോക്കി. He studied the worn inscription there. അതിന്റെ താഴെ എഴുതിയിട്ടുള്ള എന്തോ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു അതിന്റെ വാച്ചിന്റെ താഴെ. അത് നോക്കി. അതിനകത്ത് ഇതായിരുന്നു, to Private T. Evans, ambulance section,
whose personal bravery perceived our lives the night of November 3, 1943 near the Italian Friend Nurses Nesbit, James and Wingate. അപ്പൊ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു? ഇവാന് ആംബുലൻസ് ഡ്രൈവറിനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ആരോ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വാച്ച് ആയിരുന്നു അത്. അപ്പൊ ആ ഒരു നന്ദി അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആ വാച്ച് ആരുടേതായിരുന്നു? ഇവാന്റേതായിരുന്നു. ഡോക്ടർ തെറ്റിദ്ധരിച്ച് ഡോക്ടർ ഒന്നുകിൽ വാച്ച് എടുത്തിട്ടുണ്ടാവില്ല, വീട്ടിൽ തന്നെ ആയിരിക്കും. ഡോക്ടർ വാച്ച് എടുത്തു എന്നുള്ളത് കഥയുടെ മുകളിലൊന്നും പറയുന്നില്ല. സിഗരറ്റ് എടുത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇദ്ദേഹം തെറ്റിദ്ധരിച്ച് ഇവാനെ തോക്ക് ചൂണ്ടി. അപ്പൊ ഇവാനോട് വാച്ച് തരാൻ പറഞ്ഞു. ഇവാൻ പേടിച്ച് സ്വന്തം വാച്ച് എടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ ആരാണ് കൊള്ളയടിച്ചത്? ഇവാനാണോ അല്ലെങ്കിൽ ഡോക്ടറാണോ? ഓക്കെ, ഇത് എഴുതിയിരിക്കുന്നത് ഇ വാലിസ്. അപ്പോൾ കുറച്ച് ഇതിന്റെ താഴെയുള്ള എക്സസൈസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. That we can do later. Okay.